എന്താണ് വാപ്പ ഇത്? ആകെ തുപ്പി നിറച്ചുക്കണു ഇവിടെ. നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ പുറത്തിടുന്ന ചെരുപ്പ് അകത്തിടരുതേന്ന്? എത്ര വട്ടം പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂല. എടാ, എനിക്ക് ഇവിടുന്ന് നീക്കാൻ വയ്ക്കാത്തോണ്ടാണ് ഞാൻ അവിടെ തുപ്പിയത്. ഉള്ളിലൊന്നല്ലല്ലോ തുപ്പിക്കണത്, പുറത്തേക്കല്ല തുപ്പിക്കണത്. എന്റെ ഈ 2 കാലിന്റെ മുട്ടും വേദനിച്ചിട്ട് എത്ര കാലായി എനിക്കറിയില്ല. പിന്നെ ഈ ചെരുപ്പുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഏതാ പുറത്തിരണ്ടത് ഏതാ അകത്തിരണ്ടത് എനിക്കറിയാത്തോണ്ടല്ല അത് ചെയ്തത്. അതിന് വാപ്പാനെ ജിത്തരക്ക് ദേഷ്യപ്പെട്ട് പറയണം. അല്ല ഇപ്പ കൊറേ കാലായില്ല ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കണു. ഇങ്ങക്ക് ഞാൻ മാത്രമൊന്നല്ലല്ലോ മക്കളെ, 2 പെൺകുട്ടികളുണ്ട്. എൻ്റെ മൂത്ത 2 ആൾക്കാരുണ്ട്. ഓരോരുത്തൊക്കെ ഒരു 4 ദിവസം പോയി നിന്നോളി നിങ്ങളെ. എന്താ ഓരോ നിങ്ങളെ വിളിക്കണില്ലേ? ആരും നിങ്ങളെ വല്ലാതെ നോക്കൂല. അത്രക്ക് നന്നു നിങ്ങളെ സ്വഭാവേ. ഇങ്ങക്ക് ആ ദിക്ർമാല എടുത്തിങ്ങാണ്ട് ആ മുക്കിൽ എവിടെയും ഇരുന്നിങ്ങാണ്ട് ലായില അല്ലതാ ചൊല്ലിയിരുന്നൂടെ? ഏത് നേരം ഈ സിറ്റൗട്ടിൽ വന്നിരിക്കണത് ഈ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചാൻ വേണ്ടിട്ട്. ഞാൻ അങ്ങാടിക്കൊന്ന് പോവാണേ. നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളെ മൂത്ത മാൻ്റോടെ പോയി നിന്നോളി. ഓനോട് ഞാൻ പറയാം നിങ്ങളെ വന്ന് കൊണ്ടുപോകാനെ. ഇല്ലെങ്കിൽ ഓനോട് ഓട്ടോറിക്ഷ വിടാൻ വേണ്ടി പറയാം. കുറച്ച് ദിവസം അവിടെ പോയി നിന്നോളി, കേട്ടില്ലേ? ലോങ് ട്രിപ്പാ തോന്നുന്നുണ്ട്. ചോദിച്ചോട്ടെ. ആചാര്യ പൂവല്ലേ? നിങ്ങളെ ചെറിയ മകൻ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. ആ മുസ്താ, ഇന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചിങ്ങോട്ട് വന്നിട്ട് ചെറിയൊരു താങ്ങ്. എന്നാ പതുക്കെ പൂവല്ലേ? എന്താ ചെരുപ്പ് ഒന്ന് ഇങ്ങോട്ട് വെച്ചാ ഇതല്ലേ? ആ, കുറേ ദിവസം മക്കളെടുത്തൊക്കെ നിൽക്കുമ്പോൾ ഓർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടേക്കാറ്. ഇതിൻ്റെ വലിയ മകൻ്റെ അടുത്ത് നാക്കി കാട്ടും മുസ്ത. ഒന്ന് പിടിക്കട്ടെ. പതുക്കെ പതുക്കെ. ഇരുന്നില്ലേ? കയ്യിലില്ലത് എല്ലാവർക്കും കൊടുത്തപ്പോൾ ഇപ്പൊ നമ്മൾ ആർക്കും വേണ്ടാതായി. ഇനി കുറച്ച് ദിവസം വലിയ മകൻ്റെ അടുത്ത് നിൽക്കുക. ഓൻ ചെല്ലാൻ പറഞ്ഞിരിക്കണു. അല്ല ആചാര്യ, നിങ്ങളെ മകനും മകളും മരുവനും കുട്ടികളൊക്കെ പാടല്ല കാറ് പോണത്. അപ്പൊ ഓലെങ്ങട്ടാ ടൂറാ? അപ്പൊ നമ്മളിപ്പോ എങ്ങട്ടാ പോകണ്ടത്? ഞാൻ ചെല്ലുന്നു പറഞ്ഞിട്ട് ഓല് പെരയും കൂടിയൊക്കെ പൂട്ടി പോണത് കണ്ടില്ല. ഞാൻ ചെല്ലണത് ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനി ഏതായാലും അങ്ങോട്ട് പോണില്ല. ഇജൊരു കാര്യം ചെയ്യ, ആരും ഇല്ലാത്തവര് താമസിക്കണ അനാഥാലയല്ലേ, അവിടെ എന്നെ ഒന്ന് ആക്കിക്കാട്ട്. അവിടെ ആവുമ്പോ ഇന്നെപ്പോലത്തെ ആളുകൾ കുറെ ഉണ്ടാവും. മക്കൾക്കൊന്നും നമ്മളെ വേണ്ടല്ലോ. എല്ലാം കൊടുത്ത് ലാസ്റ്റ് ഒന്നുമില്ലാത്തവനായതല്ലേ. അതുകൊണ്ട് ഒന്നുമില്ലാതെ വന്ന ഞാൻ ഒന്നുമില്ലാതെ മടങ്ങിപ്പോകാൻ. ജിന്ന അങ്ങോട്ടൊന്നാക്ക്. സ്വയം ഒരുങ്ങി നമുക്ക് തണലായ ഒരാൾ, ഉള്ളിലെ സ്നേഹത്തെ പുറമെ കാണിക്കാതെ പരുക്കനായ ഒപ്പ, നമ്മളിൽ പലരും കാണാതെ പോയ